നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ചലച്ചിത്ര പഠന സ്കൂൾ സർവകലാശാലയിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് നടത്തുന്ന ത്രിദിന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധേയമായി ക്യാപിറ്റോൾ സിനിമാ തിയേറ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെയും പഴയകാല ഓർമ്മയിലേക്കും പിറകോട്ട് കൊണ്ടുപോകുന്ന ക്യാപിറ്റോൾ സിനിമാ തിയേറ്റർ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുകയാണ് സർവകലാശാല കോമ്പൗണ്ടിൽ. മലയാളം സർവകലാശാലയിൽ നടക്കുന്ന ത്രിദിന ചലച്ചിത്രമേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളാണ് ക്യാപിറ്റോൾ സിനിമാ തിയേറ്റർ ഓലയിൽ പഴയ കാലത്തെ സ്മരിക്കും വിധം നിർമ്മിച്ചിരിക്കുന്നത്. 2015 നമ്മൾ ആദ്യമായി ദർശിനി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. അത് അന്നത്തെ വൈസ് ചാൻസലർ ശ്രീ കെ ജയകുമാർ സാറിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ആയിരുന്നു ആദ്യത്തെ ദർശിനി. അത് പിന്നീട് 2015, 16, 17, 18 ഈ കാലഘട്ടത്തിൽ നടത്തി വന്നു. ആദ്യം നമ്മൾ മധു സാറ് ദർശിനി സമഗ്ര സംഭാവന പുരസ്കാരം കൊടുത്തു. പിന്നീട് KS സേതുമാധവൻ സാറിനാണ് പിന്നെ കൊടുത്തത്. അതുപോലെ നിരവധി അക്കാലത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ലോക സിനിമയും മലയാള സിനിമയും ഉൾപ്പെടെ പലതരം പേപ്പറുകളിൽ പോസ്റ്ററുകളുടെ പ്രദർശനമാണ് ഒരുക്കിയിട്ടുള്ളത്. 170 പോസ്റ്ററാണ് ഈ സിനിമാ തിയേറ്ററിനകത്തുള്ളത്. നമ്മൾ ഒരു 2 ദിവസത്തോളം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളെ പഴമയിലേക്ക് കൊണ്ടുപോകുക, അതായത് പഴയ സിനിമാ കൊട്ടകയൊന്നും ആരും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് എങ്ങനെ അവരെ ആ കാലഘട്ടത്തിലോട്ട് എത്തിക്കാൻ പറ്റും, അത് നമ്മളിവിടെ ചിത്രീകരിക്കാൻ ഉള്ളത്. അതിനുള്ള ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് ഈ രൂപത്തിലെത്തിച്ചത്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ സിനിമാ തിയേറ്ററിലായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. കേരളത്തിൽ തന്നെ 2ാമത്തെ പോസ്റ്റർ പ്രദർശനമാണിത്. ന്യൂസ് ഡെസ്ക് വെട്ടം.